നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നിട്ട വഴികളെക്കാൾ പ്രധാനമാണ് പിന്നിടാനുള്ള വഴികൾ. കൃത്യമായ ലക്ഷ്യം മുന്നിൽ കണ്ടോ വിദഗ്ധമായ പദ്ധതികൾ ആവിഷ്കരിച്ചോ എല്ലാ യാത്രകളും തുടങ്ങാനാവില്ല. നടന്നു തീർത്ത വഴികളെക്കുറിച്ചുള്ള പഠനം നല്ലതാണ്. പക്ഷേ സഞ്ചരിച്ച വഴികളെ സംശയത്തോടെ കാണുന്നതും പരിതപിക്കുന്നതും മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കും. താരസംഘടനയായ അമ്മയുടെയും നിർമ്മാതാക്കളുടെ സംഘടനയുടെയും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ഇലക്ഷനോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളും ചുമതല ഏറ്റെടുക്കുന്ന സാരഥികളെയും അവരുടെ ചെയ്തികളിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വിഴിപ്പലക്കലുകളും പരസ്പരം ചെളിവാരിയേറിയലുകളുമായി സിനിമക്കാർ നിറഞ്ഞാടുകയായിരുന്നു. 14-ാം തീയതി നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 15-ാം തീയതി താരസംഘടനയായ അമ്മയുടെയും. ഇനി കുറച്ചു നാളത്തേക്ക് വിവാദങ്ങൾക്കൊരു തിരശീല വീഴുമെന്ന് വേണമെങ്കിൽ കരുതാം. ഇനി വരാനുള്ളത് ഫിലിം ചേംബർ ഇലക്ഷനാണ്. അതിന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവിടെ നിന്നും അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കിയ സജി നന്ദിയാട്ടിന് ഇനി അവിടേക്കൊരു റീ എൻട്രി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. സജി നന്ദിയാട്ടിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് തീരുമാനമായ മട്ടാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത് കരുത്തരായ സാരഥികളാണ്. കാരണം അവരെ പിന്നിൽ നിന്നും നയിക്കുന്നത് ജി സുരേഷ് കുമാർ, ആന്റോ ജോസഫ്, എവർഷൈൻ മണി, സിയാദ് കോക്കർ തുടങ്ങിയ ഇരുത്തം വന്ന കരുത്തന്മാരാണ്. ഇവരുടെ കഴിഞ്ഞ ഭരണകാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടപ്പാക്കിയിരുന്നു. അസോസിയേഷന്റെ കെട്ടിടത്തിന്മേലുണ്ടായിരുന്ന വൻ കടബാധ്യത അവർ പൂർണ്ണമായും അടച്ചു തീർത്തു. ഇനി മുതൽ അസോസിയേഷനിലുള്ള 60 വയസ്സ് കഴിഞ്ഞ ആവശ്യക്കാർക്കെല്ലാം പെൻഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘടനയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയ സാന്ദ്ര തോമസ് പർദ്ദ ധരിച്ചെത്തിയത് അതന്ന് വലിയ വാർത്തയായി മാധ്യമങ്ങളുടെ ശ്രദ്ധയും പിടിച്ചുപറ്റി. മറ്റ് നിർമ്മാതാക്കളുടെ തുറിച്ചുനോട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് സാന്ദ്ര തോമസ് സമർപ്പിച്ച പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക അയോഗ്യത ചൂണ്ടിക്കാണിച്ച് തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ വളരെ പ്രതീക്ഷയോടെ അതിനെതിരെ കോടതിയെ സമീപിച്ചെങ്കിലും കോടതിയും അത് തള്ളി. പിന്നീട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചുവെങ്കിലും അവിടെയും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പരാജയപ്പെട്ടെങ്കിലും അവർ കുറച്ചേറെ വോട്ടുകൾ നേടുകയുണ്ടായി. അതിലൂടെ ഒരു പ്രതിപക്ഷത്തിന്റെ മുഖം നമുക്ക് കാണാവുന്നതാണ്. പത്രികാ സമർപ്പണ വേളയിൽ സാന്ദ്ര തോമസിന് നേരെ കൈചൂണ്ടി സംസാരിച്ച നിർമ്മാതാവ് സുരേഷ് കുമാറിനെയും സിയാദ് കോക്കറെയും ആസ്ഥാന ഗുണ്ടകളായി സാന്ദ്ര പ്രഖ്യാപിച്ചു. ഇലക്ഷന് ശേഷം വിജയിച്ച സിയാദ് കോക്കർ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇപ്രാവശ്യം 2 ഗുണ്ടകൾ വിജയിച്ചിട്ടുണ്ട്. അത് സിയാദ് ഗുണ്ടയും സുരേഷ് ഗുണ്ടയുമാണ്. സുരേഷ് കുമാർ ഇതിന് മറുപടി പറഞ്ഞത്, ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. എന്നെ ഗുണ്ടയെന്നും കാട്ടുകള്ളനെന്നും വിളിച്ചതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. ഇതിനിടെ മേജർ രവി ആദ്യം സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് സോറി പറഞ്ഞുകൊണ്ട് സുരേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഉടൻ തന്നെ മേജർ രവിക്കെതിരായി സാന്ദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അതിൽ സാന്ദ്ര പറയുന്നു, മേജർ രവി സുരേഷ് കുമാറിനെ തെണ്ടി എന്ന് സംബോധന ചെയ്താണ് സംസാരിച്ചതെന്ന്. സുരേഷ് കുമാർ നിലപാടില്ലാത്തവനാണെന്നും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണെന്നും സുരേഷിന്റെ മരുമകൻ അന്യ സ്ത്രീകളെ പറ്റിച്ച് സ്വന്തം പേരിൽ സിനിമ എടുക്കുന്നവനാണെന്നും ഇതൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സാന്ദ്ര എഴുതിയിരിക്കുന്നു. ഇനി ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കാനാണ് ഭാവമെങ്കിൽ തെളിവ് സഹിതം ഞാൻ ഇതൊക്കെ പുറത്തുവിടുമെന്നും അവർ ഭീഷണി മുഴക്കി. സുരേഷ് കുമാർ ഇതൊന്നും വലിയ കാര്യമാക്കുമെന്ന് തോന്നുന്നില്ല. കൊക്കെത്ര കുളം കണ്ടതാ. ഇനി സാന്ദ്രയോട് മുട്ടാൻ ചെന്ന വിജയബാബുവിനോട് സാന്ദ്ര പറഞ്ഞത്, വിജയബാബുവിന് പട്ടിയെ വിശ്വസിക്കാം, പക്ഷേ പട്ടി വിജയബാബുവിനെ വിശ്വസിക്കുന്നതിലേ ഉള്ളു പേടി. ഇത് കേട്ട് വിജയബാബു രംഗത്തെത്തി. അദ്ദേഹം പറയുന്നു, 2010 മുതലുള്ള ചാറ്റുകൾ എന്റെ കൈവശമുണ്ട്, ഞാൻ അത് പുറത്തുവിടും. അപ്പോഴേക്കും ചാനലിലൂടെ സാന്ദ്ര തോമസ് വിളിച്ചു പറയുന്നു, വിജയബാബു മാനസിക രോഗിയാണെന്ന്. അയാൾ പറയുന്നതിനൊന്നും മറുപടി കൊടുക്കാൻ നേരമില്ലെന്ന്. സാന്ദ്ര പറഞ്ഞ മറ്റൊരു ഗൗരവമുള്ള കാര്യം, മമ്മൂട്ടി വിളിച്ച് തന്നോട് കേസിനൊന്നും പോകരുതെന്ന് പറഞ്ഞിരുന്നു. ഞാനപ്പോൾ മമ്മൂക്കയോട് തിരിച്ചു ചോദിച്ചു, മമ്മൂക്കയുടെ മകൾക്ക്
നിങ്ങൾക്കാണ് ഈ അനുഭവമെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ എന്ന്. അത് കേട്ട മമ്മൂട്ടി ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. മമ്മൂട്ടി അഭിനയിക്കാമെന്ന് ഏറ്റിരുന്ന സിനിമയുടെ അഡ്വാൻസ് തിരികെ നൽകി ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറി എന്നാണ് സാന്ദ്ര പറയുന്നത്. ഒരുപക്ഷെ നിയമം പഠിച്ചിട്ടുള്ള മമ്മൂട്ടിക്ക് സാന്ദ്ര കേസിന് പോയാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകാം സാന്ദ്ര കേസിന് പോകണ്ട എന്ന് ഉപദേശിച്ചത്. മാത്രമല്ല പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടാണല്ലോ സാന്ദ്രയെ അങ്ങോട്ട് വിളിച്ചത്. എല്ലാം സംശയത്തോടെ വീക്ഷിക്കുന്ന സാന്ദ്രയ്ക്ക് ഇതും അങ്ങനെ കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് വേണം കരുതാൻ. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞ് സാന്ദ്രയ്ക്ക് പരാജയം നേരിട്ടപ്പോൾ സാന്ദ്ര പറയുന്നു, മമ്മൂട്ടി സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ. സൂപ്പർ താരങ്ങൾ, പ്രതികരിക്കുന്ന താരങ്ങളെ പിന്തിരിപ്പിക്കുന്നവർ. എന്നാൽ ഇത്തരം പരാമർശങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്ന ആളാണല്ലോ മമ്മൂട്ടി. എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഈ പ്രാവശ്യം 2 സ്ത്രീകൾ നേതൃസ്ഥാനത്തെത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായി വന്നിരിക്കുന്നത് സോഫിയ പോളാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് അവർ. ഇതിനിടെ സജി നന്ദ്യാട്ട് കുറെ ഉണ്ടയില്ല വെടിയുമായി വന്ന് കാടടച്ച് വെടിവെച്ചു എങ്കിലും ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. ദയനീയ പരാജയം ഏറ്റുവാങ്ങി മടങ്ങേണ്ടിയും വന്നു. ഇനി അമ്മയുടെ കാര്യമെടുത്താൽ അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വരട്ടെ എന്ന് സൂപ്പർ താരങ്ങൾ തീരുമാനിച്ചതുപോലെ തന്നെ സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു. മലയാളത്തിലെ സൂപ്പർ നായികമാർ ആരും തന്നെ വോട്ട് ചെയ്യാൻ വന്നില്ല. മഞ്ജു വാര്യർ, ഉർവശി, നസ്രിയ ഇവരാരും ആ ഭാഗത്തേക്ക് എത്തി നോക്കുക പോലും ചെയ്തില്ല. മമ്മൂട്ടി വോട്ട് ചെയ്യാൻ വരാതിരുന്നത് ഒരുപക്ഷെ വിശ്രമത്തിലായതുകൊണ്ടാകാം. എന്നാൽ പൃഥ്വിരാജ്, ദുൽഖർ, ഫഹദ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, നിവിൻ പോളി, ഇന്ദ്രജിത്ത് തുടങ്ങിയ പ്രമുഖ യുവനടന്മാരാരും തന്നെ വോട്ട് രേഖപ്പെടുത്തിയില്ല. 506 മെമ്പർമാരുള്ള താരസംഘടനയിൽ വോട്ട് രേഖപ്പെടുത്തി കേവലം 298 പേർ മാത്രമാണ്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ശ്വേതാ മേനോൻ ദേവനെ തോൽപ്പിച്ചത് വളരെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. ദേവൻ പരാജയത്തിന്റെ കൈപ്പറിഞ്ഞെങ്കിലും വിജയത്തിന്റെ മധുരമറിഞ്ഞവർക്ക് സന്തോഷത്തോടെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് മാതൃക കാട്ടി. എന്തായാലും അമ്മയുടെ തലപ്പത്ത് 4 സ്ത്രീകൾ വന്നു കഴിഞ്ഞു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ. വോട്ട് ചെയ്തിറങ്ങിയ ബാബുരാജ് മീഡിയക്കാരോട് പറഞ്ഞു, ശ്വേതാ മേനോനെതിരായ പരാതിയിൽ എനിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ഞാൻ അഭിനയം എന്തെന്നേക്കുമായി നിർത്തും. മിണ്ടാതിരുന്നു എന്ന് വിചാരിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നല്ല, പറയാനുള്ളതെല്ലാം അടുത്ത ജനറൽ ബോഡിയിൽ അമ്മയിൽ പറഞ്ഞിരിക്കും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട നാസർ ലത്തീഫ് വോട്ട് ചെയ്ത് ഇറങ്ങിയ ശേഷം പറയുകയുണ്ടായി, താൻ 1 വർഷത്തിന് മുൻപ് ഒരു പ്രത്യേക മാനസിക വിഷമം ഉണ്ടായപ്പോൾ താൻ അയച്ച ഒരു ഫോൺ സന്ദേശം സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ പുറത്തുവിട്ട് ചതിപ്രയോഗത്തിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തി. ആ ഒരു കാരണം മൂലമാണ് തനിക്ക് പരാജയം നേരിടേണ്ടി വന്നത്. അമ്മയിൽ വലിയ രീതിയിൽ പണാപഹരണം നടന്നിട്ടുണ്ട്. കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. വലിയ സാമ്പത്തിക തിരിമറിയാണ് നടന്നിരിക്കുന്നത്. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരുമില്ല. എന്നാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് ആദ്യമായിട്ടാണ്. അത് അമ്മയിലാണ്. പുതിയ ഭരണസമിതി ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും പുറത്തു കൊണ്ടുവരേണ്ടതുമാണ്. വൈസ് പ്രസിഡന്റായി മത്സരിച്ച ജയം ചേർത്തലയ്ക്ക് ഇത്രയും അധികം ഭൂരിപക്ഷം ലഭിക്കാനുള്ള കാരണം ഒരുപക്ഷെ നാസർ ലത്തീഫിനെതിരെ വന്ന അശ്ലീല വോയിസ് മെസ്സേജ് ആകാനും വഴിയുണ്ട്. അമ്മയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി പൊരുതിയ WCCക്ക് ഇനി സന്തോഷിക്കാം. അമ്മയുടെ പുതിയ ഭാരവാഹികൾ പറയുന്നു, അമ്മയിൽ നിന്നും പുറത്തുപോയ എല്ലാവരെയും മടക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്ന്. പുതിയ ഭാരവാഹികളുടെ ഈ തീരുമാനം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇനി ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥികളെക്കാൾ പ്രാധാന്യം മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ പിൻബലമായിരിക്കും ഈ സംഘടനയുടെ കെട്ടുറപ്പ്. അതുപോലെ തന്നെ ഇനി പണ്ടുണ്ടായിരുന്നത് പോലെ പഞ്ചപുച്ഛമടക്കി വായിലൊരു പഴവും തിരികെ കയറ്റി ആരും ഇരിക്കുമെന്ന് കരുതേണ്ട. ശക്തമായ എതിർ ശബ്ദം അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പായി. ഇതുവരെ തിരുവായിക്കെതിർവായില്ലായിരുന്ന അധ്യായം അതിവിടെ അവസാനിച്ചു. സ്ത്രീകളെ മുന്നിൽ നിർത്തി വൃത്തികെട്ട കളികൾ കളിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പഴയതുപോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ജയിച്ച അധികാരത്തിൽ വന്നവർ പ്രതിയോഗികളെ തെരഞ്ഞുപിടിച്ച് പ്രതികാരം ചെയ്യാൻ മുതിരാതെ തങ്ങൾക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചവരെയും വോട്ട് നൽകാത്തവരെയും വിമർശിച്ചവരെയും കൂടെ നിന്നവരെയും ഒരേപോലെ പരിഗണിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കട്ടെ. ജയിച്ച എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മനസ്സാണ് നമ്മുടെ സൗന്ദര്യം, വാക്കുകളാണ് നമ്മുടെ മുഖം, പെരുമാറ്റമാണ് നമ്മുടെ നിറം. പെരുമാറ്റം പലപ്പോഴും നമ്മുടെ പേരും മാറ്റും. ബന്ധങ്ങൾ ശക്തമാകണമെങ്കിൽ പെരുമാറ്റം ഹൃദ്യമാകണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.